സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓം ശാന്തി. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 21ാമത്തെ ദിവസമാണ്. 20 ദിവസം പിന്നിട്ടു. 21ാമത്തെ ദിവസം. അധ്യായം 12ാമത്തെ അധ്യായമാണ് ഇന്ന് പറയേണ്ടത്. സായി സച്ചരിതത്തിലെ 12ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പറയേണ്ടത്. സായിയുടെ സച്ചരിതം ക്രമമായി വായിക്കുകയാണെങ്കിൽ സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചിതനാകും. സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചിതനാകും. ആത്മീയ ആനന്ദം ആഗ്രഹിക്കുന്നുവെങ്കിൽ സായി സച്ചരിതം ആദരവോടെ വീണ്ടും വീണ്ടും വായിക്കുക. ഈ കഥകളുടെ ആവർത്തിച്ചിട്ടുള്ള വായന മനം ശുദ്ധമാക്കും, നീചമായതിനെ നമ്മിൽ നിന്നും അകറ്റും. മാത്രമല്ല ബാബയുടെ അനുപമ പ്രേമം അനുഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നാം എല്ലാവരും സായി സച്ചരിതം ദിവസവും കേൾക്കുന്നത് സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചിതനാകാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സായി സച്ചരിത ക്രമാതീതമായിട്ടുള്ള വായന പല കാര്യങ്ങളിലും നമുക്ക് ഗുണം ലഭിക്കുന്നതാണ്. ആത്മീയ ആനന്ദം അനുഭവിക്കും, മനം ശുദ്ധമാക്കും, നീചമായതിനെ നമ്മിൽ നിന്ന് അകറ്റും. 12ാമത്തെ അധ്യായത്തിൻ്റെ തലവാചകം സർവം സായിമയം. സർവം സായിമയം. മഹാപ്രഭോ സായിനാഥ, അവിടുത്തെ തൃപ്പാദത്തിൽ ശരണം തേടിയ എന്നെ കാത്തരുളിയാലും സച്ചിദാനന്ദമേ, അവിടുത്തെ കൃപയാൽ മന്ദബുദ്ധിക്കു പോലും മായയെ മറികടക്കാനാകുമല്ലോ. മായയെ മറികടക്കാൻ സായി സച്ചരിതം വായന ഉപകരിക്കും. അപ്പോൾ ശ്രീ ഷിർദി സായിയുടെ സച്ചരിതം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നിത്യേന കേൾക്കുക, വായിക്കുക. എന്തിനാണ് ഈശ്വരൻ അവതരിക്കുന്നത്? സാധുക്കളെ രക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും. എന്തിനാണ് ഈശ്വരൻ അവതരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സാധുക്കളെ രക്ഷിക്കാൻ, ദുഷ്ടരെ നിഗ്രഹിക്കാൻ. പക്ഷേ ഋഷിശ്രേഷ്ഠന്മാർ ജന്മം സ്വീകരിക്കുന്നത് അതിനല്ല. അവർക്ക് ശിഷ്ടരും ദുഷ്ടരും ഒരുപോലെ കരുണക്കടലായ അവർ ദുഷ്ടരെ തങ്ങളുടെ നിഷ്കളങ്ക പ്രേമശക്തിയാൽ ധർമ്മപാതയിലേക്ക് മെല്ലെ നയിക്കുന്നു. അവരൊരിക്കലും ആരെയും ഉപേക്ഷിക്കില്ല. സായി സച്ചരിതം ദുഷ്ടരെയും ശിഷ്ടരെയും ഒരുപോലെ കരുണക്കടലായ അവർ ദുഷ്ടരെ തങ്ങളുടെ നിഷ്കളങ്ക പ്രേമശക്തിയാൽ ധർമ്മപാതയിലേക്ക് മെല്ലെ നയിക്കുന്നു. ദുഷ്ടരെ ഒഴിവാക്കുന്നില്ല, അവരെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ സായി സച്ചരിതം ഉപകരിക്കും. അവരൊരിക്കലും ആരെയും ഉപേക്ഷിക്കില്ല. അഗസ്ത്യ മഹർഷി പണ്ട് കടൽ കുടിച്ച് വറ്റിച്ച പോലെ ഋഷീശ്വരന്മാർ ഭവസാഗരം കുടിച്ച് വറ്റിക്കുന്നു. അഗസ്ത്യ മഹർഷി പണ്ട് കടൽ കുടിച്ച് വറ്റിച്ചിരുന്നു.
അതേപോലെ ഋഷീശ്വരന്മാർ ഭവസാഗരം കുടിച്ച് വറ്റിക്കുന്നു. സൂര്യനെ പോലെ അജ്ഞാന അന്ധകാരം അകറ്റുന്നു ഋഷീശ്വരന്മാർ. ഇതെല്ലാം അവർക്ക് കഴിയും. കാരണം അവരിൽ ഈശ്വരൻ തന്നെയാണ് കുടികൊള്ളുന്നത്. ഋഷീശ്വരന്മാരിലും ഈശ്വരൻ തന്നെയാണ് കുടികൊള്ളുന്നത്. ഈശ്വരനിൽ നിന്നും അവർ തെല്ലും വിഭിന്നരല്ല. അവർ ഈശ്വരൻ തന്നെ. നമ്മുടെ സായിനാഥൻ ആ മഹർഷീശ്വരന്മാരിൽ ഒരാളാണ്. ഭക്തന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് അവിടുന്ന് ഭൂമിയിൽ വന്നത്. അദ്ദേഹം എന്തിനാ ഭൂമിയിൽ വന്ന്? ഭക്തന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി. സമസ്ത ജീവരാശികളോടും സായീശ്വരന് എന്തൊരു കരുണയായിരുന്നു. അതേസമയം അവിടത്തേക്ക് ഒന്നിനോടും ഒരു സംഘവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്, സായീശ്വരന് സമസ്ത ജീവരാശികളോട് കരുണയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഒന്നിനോടും ഒരു സംഘവും ഉണ്ടായിരുന്നില്ല. കരുണ ഉണ്ടായിരുന്നു, ദയുണ്ടായിരുന്നു, പക്ഷെ സംഘം ഉണ്ടായിരുന്നില്ല, ഒട്ടലുണ്ടായിരുന്നില്ല. പൂർവപുണ്യത്താൽ മാത്രമേ സായി ദർശനം ലഭിക്കൂ. നമുക്ക് സായി ദർശനം ലഭിച്ചിനോ ഇല്ലയോ എന്ന് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമല്ലേ. ഒരു 200 കൊല്ലം മുമ്പിലാകുമ്പോൾ നമുക്ക് സായിയുടെ ദർശനം ഈ ആത്മാവിന്, നമ്മൾ ഇന്ന് ഏത് ശരീരത്തിലാണോ ഉള്ളത് ആ ആത്മാവിനെ സായീശ്വരനെ കാണാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഇപ്പം നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം സായിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ സായി സച്ചരിതം ഇപ്പോൾ താല്പര്യത്തോടുകൂടി വായിക്കുന്നത് കൊണ്ട്, സായി സച്ചരിതം താല്പര്യത്തോടുകൂടി കേൾക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സായി ഷിർദിയിലെ സായീശ്വരൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ആ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മളും ഉണ്ടായേക്കാം. അല്ലാതെ നമുക്കിന്ന് സായി സച്ചരിതം വായിക്കാനോ സായി സച്ചരിതം കേൾക്കാനോ ഇന്ന് നമുക്ക് തോന്നിയല്ലോ. ആ തോന്നിയത് കൊണ്ട് ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മളും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. ആഗ്രഹിച്ചു എന്നതുകൊണ്ട് മാത്രം സായി ദർശനം സിദ്ധിക്കില്ല. അതിന് സായീശ്വരന്റെ ഇച്ഛ കൂടി വേണം. നമുക്ക് സായീശ്വരനെ കാണണം എന്നുള്ള ഇച്ഛ ഉള്ളത് കൊണ്ട് മാത്രം സായീശ്വരനെ കാണാൻ സാധിക്കില്ല. സായീശ്വരനും തോന്നണം, ഇയാൾക്ക് എന്നെ വന്ന് കാണാനുള്ള അവസരം കൊടുക്കണമെന്ന് സായീശ്വരന് തോന്നണം. സായീശ്വരന് തോന്നിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും സായീശ്വരനെ കാണാനോ ദർശനം നടത്താനോ അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വന്ദിക്കാനോ അദ്ദേഹത്തിൻ്റെ കരസ്പർശം ഏൽക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന് തോന്നണം. അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ട ഒരു ഡോക്ടർ പണ്ഡിറ്റ് അവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്നത്. എത്തിയ ഉടനെ തന്നെ ചന്ദനം എടുത്ത് അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ വരച്ചു കൊടുത്തു. സായീശ്വരന്റെ നെറ്റിത്തടത്തിൽ എല്ലാ ആൾക്കാർക്കും അത്ഭുതം തോന്നി. സായീശ്വരൻ എങ്ങനെയാ പ്രതികരിക്കുക? എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പക്ഷെങ്കിലോ സായീശ്വരൻ അത് സ്നേഹത്തിൽ സ്വീകരിക്കുകയല്ലേ ചെയ്ത്. അപ്പോൾ സായീശ്വരന്റെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സായി സച്ചരിതം വായിക്കണ്ടെങ്കിലും സായീശ്വരന്റെ അനുവാദം വേണം. സായീശ്വരന്റെ അനുവാദം ഇല്ലെങ്കിൽ ഇത് കേൾക്കാനോ ഇത് വായിക്കാനോ നമ്മൾക്ക് കഴിയില്ല. അപ്പം നമ്മളെല്ലാ ആൾക്കാരും സായി സച്ചരിതം കേൾക്കണം. സായി സച്ചരിതം കൃത്യമായി കേൾക്കണം. കൃത്യമായി വായിക്കാനുള്ള അവസരം കിട്ടിയാൽ പുസ്തകം വായിക്കാനും നമ്മൾ ശ്രദ്ധ വെക്കണം. സായീശ്വരൻ്റെ പുസ്തകം സായി സച്ചരിതം നമ്മൾ വാങ്ങിച്ചു വെക്കണം. എന്നിട്ട് അത് പഠിക്കണം, അത് വായിക്കണം. കാരണം സായീശ്വരൻ്റെ ഇച്ഛ ഉണ്ടെങ്കിലേ അതിന് നടക്കൂ. നമുക്കിപ്പോൾ അത് വാങ്ങാൻ സാധിച്ചിട്ടില്ല, പുസ്തകം കാണുന്നില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല എന്ന് മാത്രം നമ്മൾ കണക്ക് കൂട്ടുക. നമ്മൾ സായി സച്ചരിതം പറയുന്നത് കേൾക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള അവസരം ആയിട്ടില്ല എന്ന് മാത്രം കണക്ക് കൂട്ടുക. ഞാനിപ്പോൾ സായി സച്ചരിതം നിങ്ങളോട് പറയുന്നു. അപ്പോൾ സായീശ്വരൻ എന്നെ അനുവദിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ സായി സച്ചരിതം നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്.
അതേപോലെ തന്നെ നിങ്ങളും കരുതുക. നിങ്ങൾക്ക് സായീശ്വരൻ്റെ അനുവാദം ഉണ്ട് എന്ന് കരുതി എല്ലാ ദിവസവും ഇത് കൃത്യമായിട്ട് കേൾക്കാനുള്ള അരമണിക്കൂറെങ്കിലും കേൾക്കാനുള്ള ഒരു തോന്നിച്ച നമ്മളെ മനസ്സിൽ ഉണ്ടാക്കി തരണേ സായീശ്വര എന്ന് സായീശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുക. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാകും വരെ ബാബ നമ്മെ ഓർക്കില്ല. ബാബ നമ്മളെ ഓർമ്മിക്കണ്ടെങ്കിൽ ആ നിശ്ചയിക്കപ്പെട്ട സമയം ആയാലേ ബാബ നമ്മളെ ഓർമ്മിക്കൂ. ബാബ വിളിക്കില്ല. എന്തിനവിടെ നിശ്ചിക്കാതെ അവിടുത്തെ കഥകൾ പോലും നമ്മുടെ ചെവിയിൽ വീഴില്ല. എന്തിനേറെ പറയുന്നേ, സായീശ്വരൻ ഇച്ഛിക്കാതെ സായീശ്വരന്റെ ഒരു സംഭവം പോലും, ഒരു കഥകൾ പോലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. കേൾക്കുമ്പോൾ നമ്മളത് നമുക്കതിനുള്ള അർഹതയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും, അല്ലെങ്കിൽ അത് കേൾക്കൂല, നമ്മൾ മാറി നിന്നാളി. അതാണ്. എത്രയോ പേർ സായി ദർശനത്തിനായി ആഗ്രഹിച്ചു, യാത്ര പുറപ്പെട്ടു, പക്ഷെ എല്ലാവർക്കും ദർശനം ലഭിച്ചില്ല. നമുക്കറിയാം, കഴിഞ്ഞ അധ്യായത്തില് 11-ാം അധ്യായത്തില് മെക്കയിലും മദീനയിലും പോയി വന്ന ഒരു മുസ്ലിം ഭക്തൻ സായീശ്വരനെ കാണാൻ വേണ്ടി ഷിർദിയിൽ വന്നു. പക്ഷേങ്കിലോ വന്ന ഉടനെ തന്നെ സായിയുടെ ദർശനം അദ്ദേഹത്തിന് കിട്ടിയോ? ഇല്ലല്ലോ. 9 മാസം അവിടെ ഇരുന്നിട്ടും അദ്ദേഹത്തിന് സായിയുടെ ദർശനം കിട്ടിയില്ല. ബയ്യേ പിന്നീട് സായീശ്വരന്റെ സന്തത സഹചാരിയായ പരികർമ്മിയായ ശ്യാമയാണ് അതിനുള്ള വഴിയൊരുക്കി കൊടുത്തത്. അത് തന്നെ പ്രത്യേക വ്യവസ്ഥയിൽ സായീശ്വരന്റെ 3-4 ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വന്നു. സായീശ്വരൻ എന്നിട്ടും അദ്ദേഹത്തിന്റെ ധിക്കാരി, അഹങ്കാരി, അഹന്തയുള്ളവള്, നിനക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഖുറാൻ വായിച്ച് മനസ്സിലാക്കിയേ, നിനക്ക് എങ്ങനെയാണ് മക്കയിലും മദീനയിലേക്കും പോകാൻ കഴിഞ്ഞ് എന്നൊക്കെ ശാസിച്ചിന്. അതിൻ്റെ എല്ലാം ഒടുവിലാണ് അദ്ദേഹത്തിന് സായീശ്വരനെ അടുത്ത് കാണാനും വർത്തമാനം പറയാനുമുള്ള അവസരം ഉണ്ടാക്കിക്കിടുന്നത്. അപ്പോൾ സായീശ്വരൻ ആഗ്രഹിക്കണം. നമുക്ക് ഇതിപ്പോൾ ഷിർദി സായി നമ്മുടെ മുന്നിലില്ല. അദ്ദേഹം പോയിട്ട് സമാധിയായിട്ട് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്ന് സായി സച്ചരിതം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സായി സച്ചരിതം നമുക്ക് വാങ്ങണ്ടെങ്കിലും അതുപോലെ തന്നെ സായി സച്ചരിതം നമുക്ക് വായിക്കണ്ടെങ്കിലും സായീശ്വരന്റെ അനുഗ്രഹം ഉണ്ടായാലേ സാധിക്കും, ഇല്ലെങ്കിൽ കഴിയില്ല. കാക്ക മഹാജനി ഒരിക്കൽ ഷിർദിയിലെത്തി. ഒരു ഭക്തൻ, ബാബയുടെ ഒരു ഭക്തൻ ഷിർദിയിലെത്തി. ബോംബെയിൽ നിന്നാണ് വരവ്. ഗോകുല അഷ്ടമി ഉത്സവമൊക്കെ തിരുസന്നിധിയിൽ ആഘോഷിച്ച് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഒരാഴ്ച ഷിർദിയിൽ താമസിച്ചിട്ട് തിരിച്ചു പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് കാക്ക മഹാജനി ഷിർദിയിലേക്ക് വന്നത്. പക്ഷേ ദർശനത്തിന് ചെന്നപ്പോഴേ ബാബ ചോദിച്ചു. അദ്ദേഹം ബാബേനെ ദർശിക്കാൻ വന്നതേ ഉള്ളൂ, ബാബയെ ഒന്ന് കണ്ടതേ ഉള്ളൂ. കണ്ടപാട് തന്നെ ബാബ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാ ചോദിച്ചേ, നീ എന്നാണ് വീട്ടിൽ മടങ്ങുന്നത്? ചോദ്യം കേട്ട് കാക്ക മഹാജനി അമ്പരന്ന് പോയി. ഒരാഴ്ച നിന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വന്നപാടന്നെ സായിയെ കണ്ടപാടന്നെ ചോദിച്ചേ, നീ എപ്പാ മടങ്ങിപ്പോവാ? അവിടെ നിന്ന് കൽപ്പിക്കുമ്പോൾ നിങ്ങളെ സായി ഈശ്വരൻ എപ്പോഴാണ് ഞാൻ പോടേന്ന് പറയുന്നത്, അന്നേരം ഞാൻ പോയിക്കോളും എന്ന് വിഷമത്തോടെ അദ്ദേഹം മറുപടി നൽകി. എങ്കിൽ നീ നാളെ തിരിച്ചു പോയിക്കോ. ഒരാഴ്ച നിന്നിട്ട് സായി സേവ നടത്താൻ വേണ്ടി വന്നയാളോട് പിറ്റേന്ന് തന്നെ പോയിക്കോളാൻ പറഞ്ഞു. ബാബ ഉടൻ പറഞ്ഞു. വിഷമമുണ്ടെങ്കിലും കാക്ക മഹാജനി അത്യധികം ആദരവോടെ സായീശ്വരന്റെ വാക്കുകളെ മാനിച്ച് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മടങ്ങി. വീട്ടിലെത്തി ഓഫീസിൽ പോയി. അവിടെ അദ്ദേഹത്തെ കാത്ത് മേലുദ്യോഗസ്ഥന്റെ ഒരു കത്ത്. പിറ്റേന്ന് തന്നെ അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. ഓഫീസിൽ ചെന്നപ്പോൾ എന്താ കാണുന്നത്? മേലുദ്യോഗസ്ഥന്റെ ഒരു കത്ത്. ഉടൻ ഓഫീസിൽ ജോലിക്ക് വരിക എന്നതായിരുന്നു നിർദ്ദേശം. ഇദ്ദേഹത്തിന് അയക്കാൻ വേണ്ടി ഒരാഴ്ച ലീവ് എടുത്തിട്ട് പോയതാ. ഒരാഴ്ച ലീവ് എടുത്തിട്ട് പോയ ഇയാളോട് ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്ത് അയക്കാൻ വേണ്ടിയിട്ട് കത്ത് മേശപ്പുറത്ത് ഇയാൾ കാണുന്നു. ഇയാൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് വെച്ച ഒരു കത്ത്. അപ്പോഴൊക്കെ കത്ത് അയക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം അവിടെ എത്തി. അപ്പോൾ ഇദ്ദേഹത്തിന് ഉടൻ എത്താൻ വേണ്ടി കത്ത് അയച്ച വിവരം തന്നെ ഇദ്ദേഹം അറിയുന്നതിനേക്കാൾ മുന്നിൽ തന്നെ ബാബ മനസ്സിലാക്കിന്. ബാബ അദ്ദേഹത്തോട് പറഞ്ഞു, നീ നാളെ തന്നെ മടങ്ങിക്കോന്ന്. അപ്പോൾ ഇത്രയും ഉള്ള കാര്യങ്ങൾ ബാബ അറിയണ്ടിക്കിലോ? എങ്കിൽ നീ നാളെ തന്നെ തിരിച്ചു പോയിക്കോ, ബാബ ഉടൻ പറഞ്ഞു. വിഷമമുണ്ടെങ്കിലും കാക്ക മഹാജനി അത്യധികം ആദരവോടെ സായീശ്വരന്റെ വാക്കുകളെ മാനിച്ചു. പിറ്റേ ദിവസം തന്നെ മടങ്ങി. വീട്ടിലെത്തി ഓഫീസിൽ പോയി. അവിടെ അദ്ദേഹത്തെ കാത്ത് മേലുദ്യോഗസ്ഥന്റെ ഒരു കത്ത്. ഉടൻ ഓഫീസിൽ ജോലിക്ക് വരിക എന്നതായിരുന്നു നിർദ്ദേശം. ഈ വിവരം കാണിച്ച് മേലുദ്യോഗസ്ഥൻ ഷിർദിക്ക് കത്തയച്ചിരുന്നു.
പക്ഷെ അതിന് എത്രയോ മുമ്പ് തന്നെ സായീശ്വരൻ അതറിഞ്ഞു. സായീശ്വരൻ കത്ത് ലഭിക്കുന്നതിനേക്കാളും മുന്നിൽ സായീശ്വരൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നീ നാളെ തന്നെ മടങ്ങിക്കോ എന്ന്. നടപടികൾ സ്വീകരിച്ചു. മേലുദ്യോഗസ്ഥനയച്ച കത്ത് ഷിർദിയിൽ മേൽവിലാസക്കാരൻ ഇല്ലാത്തതിനാൽ മടങ്ങി വരികയും ചെയ്തു. ഇദ്ദേഹം ഷിർദിയിൽ പോയതല്ലേ, ഷിർദിയിലേക്ക് അയച്ചത്. പക്ഷേങ്കിൽ പിറ്റേന്ന് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വേഗം തന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് അയച്ച കത്ത് അവകാശി അവിടെ ഇല്ലാത്തത് കൊണ്ട് മടങ്ങി വന്നു. ബാബ ഇനി മറ്റൊരു കഥാമൃതം സേവിക്കാം. അത് ഒരു സംഭവം. ബാബു സാഹേബ് ദുമാൽ ബാബയുടെ പ്രിയ ഭക്തന്മാരിൽ ഒരാളാണ്. ബാബയുടെ മറ്റൊരു പ്രിയ ഭക്തന്റെ പേരാണ് ബാബു സാഹേബ് ദുമാൽ. ഒരിക്കൽ അദ്ദേഹത്തിന് കേസ് ആവശ്യത്തിനായി നിഫാഡിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു കേസ്, കോടതി കേസ്, ആ ആവശ്യത്തിനായി നിഫാഡിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് സന്തോഷമായി, ബാബയെ ദർശിക്കാൻ ഒരു അവസരമായി. നിഫാഡിലേക്ക് പോകുന്ന വഴി ബാബേനെ ദർശിക്കുകയും ചെയ്യുക, എന്നിട്ട് നിഫാഡിലേക്ക് പോവുക എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. ഉടൻ തന്നെ യാത്ര തിരിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ ബാബ അനുവദിച്ചില്ല. ബാബേനെ കണ്ടിട്ട് എത്രയും വേഗം നിഫാഡിലേക്ക് പോവുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് എന്തോ ഒരു കോടതിയിൽ ഒരു കേസുണ്ട്, അത് എന്നിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷേ ബാബേനെ കണ്ടരും ബാബ പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന്. പക്ഷെ ബാബ അനുവദിച്ചില്ല. മാത്രമോ ഒരാഴ്ചയോളം പല കാരണങ്ങളും പറഞ്ഞ് ഭക്തനെ ഷിർദിയിൽ തന്നെ നിർത്തി. ഒരാഴ്ചയോളം അദ്ദേഹത്തിന്റെ കേസിന്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് തന്നെ അറിയില്ല. ഒരാഴ്ചയോളം ബാബ ഇദ്ദേഹത്തിനെ അവിടെ നിന്ന് പോകാൻ അനുവദിച്ചില്ല. ബാബ പോണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എങ്ങനെയാ പോകാൻ സാധിക്കുക? പിന്നീട് ബാബ ദുമാലിന് യാത്രാനുമതി നൽകി. ഒരാഴ്ച കഴിഞ്ഞേരാണ് യാത്രാനുമതി നൽകിയത്. ദുമാൽ അനുഗ്രഹവും നേടി തിരിച്ചെത്തി. ഏതായാലും ദുമാലിന്റെ കേസ് വിജയിച്ചു. അതിനിടയിൽ 4 മജിസ്ട്രേറ്റുമാർ മാറി വന്നുപോയി. 4 മജിസ്ട്രേറ്റുമാർ കോടതിയിൽ മാറി വന്നു. കേസിൽ ഇദ്ദേഹം വിജയിക്കുകയും ചെയ്തു. നാനാ സാഹേബ് നിമോങ്കറും ഭാര്യയും ബാബയുടെ പരമഭക്തന്മാർ. ഇപ്പോൾ മൂന്നാമത്തെ മറ്റൊരു ഉദാഹരണം. നാനാ സാഹേബ് നിമോങ്കർ അദ്ദേഹത്തിന്റെ ഭാര്യ, ബാബയുടെ പരമഭക്തന്മാർ. മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ആളായിരുന്നു നിമോങ്കർ. ഉന്നതങ്ങളിൽ വളരെ സ്വാധീനമുള്ള വ്യക്തി, ഉന്നത കേന്ദ്രങ്ങളിലെ വളരെ സ്വാധീനമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ആ ദമ്പതികൾ ഷിർദിയിലെത്തി. കുറേ ദിവസം സായീശ്വരന്റെ സമീപം ചെലവഴിക്കാനായിരുന്നു ആഗ്രഹം. ആ നാനാ സാഹബ് നിമോങ്കറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഷിർദിയിലെത്തി. കുറേ ദിവസം സായീശ്വരന്റെ സമീപം ചെലവഴിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അവർ അവിടെ താമസം തുടങ്ങി. ആനന്ദത്തിന്റെ നാളുകൾ. നിമോങ്കർ സായി സാമീപ്യത്തിൽ നിന്ന് മാറിയതുപോലുമില്ല. അങ്ങനെ സായി സേവനവും ദർശനവുമായി കഴിയവേ മകന് സുഖമില്ലാതെ വാർത്തയെത്തി. അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, ഷിർദിയിലെത്തി. ഒരാഴ്ചയോളം ഷിർദിയിൽ സേവനം നടത്തി. അവിടെ അങ്ങനെ കഴിയുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മകന് സുഖമില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. നിമോങ്കർ ദർശനം കഴിയവേ മകന് സുഖമില്ലാത്ത വാർത്തയെത്തി. അവർക്ക് വിഷമമായി. തിരിച്ചു പോകാൻ ഒരുക്കമായി. മകന് സുഖമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ അവർ ഒരുക്കായി. കുറച്ച് ദിവസം പുത്രനെ പരിചരിച്ച് നിൽക്കാൻ ശ്രീമതി നിമോങ്കർക്കും തോന്നി. ശ്രീമതി നിമോങ്കർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടാൾക്കും മകന് സുഖമില്ലാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോകണം, വേണ്ടുന്ന മകന്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് തോന്നി. പക്ഷെ പിറ്റേ ദിവസം തന്നെ മടങ്ങി വരണമെന്ന് നാന പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ മടങ്ങി വരണം എന്ന് ഷിർദിയിലുണ്ടായിരുന്ന നാന പറഞ്ഞു. നാനയോട് മറുത്തു പറയാൻ അവർക്ക് വിഷമം. യാത്രക്കൊരുങ്ങവേ അവർ ബാബയെ കണ്ടു. തൃപ്പാദങ്ങളിൽ മുഖമമർത്തി യാത്രാനുമതി നേടി. പോകൂ, പെട്ടെന്ന് തന്നെ പോകൂ. അവിടെ ചെന്ന് മൂന്നോ നാലോ ദിവസം താമസിച്ചിട്ട് വരൂ. പോട് പെട്ടെന്ന് പോട്, മകന് സുഖമില്ലാത്തതല്ലേ, പോട്. 3 or 4 ദിവസം അവിടെ താമസിച്ചിട്ട് തിരിച്ചു വരൂ. ദമ്പതികളുടെ ആഗ്രഹം പോലെ തന്നെ സായീശ്വരൻ അരുളി. സായിനാഥൻ അന്തര്യാമിയാണ്. നമുക്ക് നല്ലതെന്ത് തീയതെന്ത് എന്നും സായിക്കറിയാം. നമുക്ക് നല്ലത് എന്താണോ, നമുക്ക് പറ്റാത്ത എന്താണോ, അതെല്ലാം സായീശ്വരന് വ്യക്തമായിട്ട് അറിയാം. അവിടുന്ന് അരുളുന്നത് അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം. നമ്മുടെ കർത്തവ്യം അദ്ദേഹം എന്താണോ പറയുന്നത്, ആ പറയുന്നത് പ്രവർത്തിക്കുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം. ഒരിക്കൽ നാസിക്കിലെ മുലായി ശാസ്ത്രി ഷിർദിയിലെത്തി. ഓരോരോ സംഭവങ്ങളാണ് ഇങ്ങനെ പറയുന്നത്.
മനസ്സിലായല്ലോ? ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്താ, സർവം സായിമയം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കൽ നാസിക്കിലെ മുലായ് ശാസ്ത്രി ശ്രുതിയിലെത്തി. കോടീശ്വരനായ ബാപ്പു സാഹബ് ബൂട്ടിയെ കാണുകയായിരുന്നു ലക്ഷ്യം. മറ്റൊരാളെ കാണാൻ വേണ്ടി വന്നതാണ്. അവർ തമ്മിൽ കണ്ടു. പിന്നെ മസ്ജിദിലേക്ക് ബാബയെ ദർശിക്കാൻ ചെന്നു. അവർ തമ്മിൽ കണ്ടു. ഒരു കോടീശ്വരനെ കണ്ട് അതിനുശേഷം ബാബയെ കാണാൻ വേണ്ടി പോയി. ബാബയെ ദർശിച്ചപ്പോൾ ശാസ്ത്രി ആഹ്ലാദവാനായി. ശാസ്ത്രി വളരെ ആഹ്ലാദമായി. ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും ജ്യോതിഷത്തിലും അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം. കൂടാതെ ഹസ്തരേഖാ ശാസ്ത്രവും നന്നായി അറിയാം. അദ്ദേഹം ജ്യോതിഷത്തിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. കൂടാതെ ഹസ്തരേഖാ ശാസ്ത്രവും നല്ലപോലെ അറിയാം ശാസ്ത്രിക്ക്, മുലായ് ശാസ്ത്രി. കൂടാതെ ഹസ്തരേഖാ ശാസ്ത്രവും നന്നായി അറിയാം. ബാബ വാഴപ്പഴങ്ങളും മാമ്പഴവും പേരക്കയും മറ്റു ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കാറുണ്ട്. പേരക്ക കൊടുക്കും പ്രസാദമായിട്ട്, വാഴപ്പഴം കൊടുക്കും, മാമ്പഴം കൊടുക്കും. ചിലപ്പോൾ മാമ്പഴം നല്ലപോലെ ഞെക്കി ഉടച്ച് ഭക്തന് കൊടുക്കും. മാമ്പഴം ചിലപ്പോൾ ഞെക്കി ഉടച്ചിട്ട് കൊടുക്കും. പിന്നെ അത് ഒറ്റ വലിക്ക് സുഖമായി കുടിക്കാം. വാഴപ്പഴം തൊലി കളഞ്ഞ് ഭക്തർക്ക് കൊടുക്കും. വാഴപ്പഴം തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഇത് മാത്രം കഴിക്കേണ്ടത് മാത്രമായിട്ട് കൊടുക്കും. ചില സമയം അവിടെ നിന്ന് തൊലി ഭക്ഷിക്കും. ഭക്തന് പഴം കൊടുത്തതിന് ശേഷം അതിൻ്റെ തോല് ബാബ കഴിക്കും. മുലായ് ശാസ്ത്രി ബാബയെ അടിമുടി കണ്ണുകൊണ്ട് ഒഴിഞ്ഞു. മുലായ് ശാസ്ത്രി അദ്ദേഹം പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിന് ജ്യോതിഷം അറിയാം, ഹസ്തരേഖാ ശാസ്ത്രം അറിയാം. ഇതെല്ലാം അറിയാവുന്ന പണ്ഡിതനാണല്ലോ. അയാൾ മുമ്പെന്നാണ് ബാബ എന്ത് ചെയ്യുന്നത്? പഴം തോല് പൊളിച്ചിട്ട് ഭക്തർക്ക് കൊടുത്തിട്ട് അതിൻ്റെ തോല് തിന്നുന്നു. അപ്പോൾ മുലായ് ശാസ്ത്രി ബാബേനെ അടിമുടി കണ്ണുകൊണ്ട് ഒഴിഞ്ഞു. തൃപ്പാദം കണ്ട് അതിൻ്റെ ലക്ഷണം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആവേശഭരിതനായി. അദ്ദേഹത്തിന് ഹസ്തരേഖാ ശാസ്ത്രം അറിയാലോ. അദ്ദേഹം ബാബയുടെ കാല് നല്ലതുപോലെ നോക്കി. കാല് നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആവേശഭരിതനായി. മുലായിക്ക് കൈരേഖ കൂടി കാണണമെന്നുണ്ട്. ബാബയുടെ കൈരേഖയും കൂടി കാണണമെന്നുണ്ട്. അതിനായി പല രീതിയിലും ശ്രമിച്ചു. അപ്പോഴെല്ലാം ബാബ അശ്രദ്ധയോടെ പെരുമാറി. ഒരു സമയം ഇതിനായി ബാബയോട് പ്രാർത്ഥിച്ചു. ബാബയാകട്ടെ അത് ശ്രദ്ധിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തൻ്റേത് വിഫലശ്രമമാണെന്ന് ശാസ്ത്രിക്ക് മനസ്സിലായി. ശാസ്ത്രി വിചാരിച്ചു ഹസ്തരേഖാ ശാസ്ത്രം അദ്ദേഹത്തിന് അറിയാലോ, അതുകൊണ്ട് ബാബയുടെ കയ്യിലെ രേഖകളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ബാബ പലവട്ടം അദ്ദേഹം ശ്രമിച്ചിട്ടും ബാബയുടെ കയ്യിലെ രേഖ അദ്ദേഹം കാണിച്ചു കൊടുത്തില്ല. അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല. ശാസ്ത്രികൾ സത്രത്തിലേക്ക് മടങ്ങി. നിത്യം അനുഷ്ഠിക്കാനുള്ള അഗ്നിഹോത്രം ആരംഭിച്ചു. ശാസ്ത്രികൾ അദ്ദേഹത്തിന് താമസിക്കേണ്ട സ്ഥലത്തേക്ക് മടങ്ങി. എല്ലാ ദിവസവും അഗ്നിഹോത്രം ചെയ്യുന്ന ആളാണ്. ഈ സമയം ബാബ പതിവ് പോലെ ലണ്ടിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടെ നിന്ന് അപ്പോൾ അരുളി, കുറച്ച് കാവി എടുത്തോളൂ, കുറച്ച് കാവി എടുത്തോ എന്ന് പറഞ്ഞു. കാവി, നാം ഇന്ന് കാവി വസ്ത്രം ധരിക്കാൻ പോവുകയാണ്. ബാബ പറഞ്ഞു, ഇന്ന് ഞാൻ കാവി വസ്ത്രം ധരിക്കുന്നു. സേവകർക്കും ഭക്തന്മാർക്കും ബാബ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായില്ല. ബാബ ഇന്ന് കാവി വസ്ത്രം ധരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് ബാബ മടങ്ങിയെത്തി. അപ്പോഴേക്കും മധ്യാഹ്ന ആരതിക്കുള്ള സമയമായി. സുഹൃത്തുക്കൾ ശാസ്ത്രികളെ ആരതിക്ക് വിളിച്ചു. ഞാൻ ഉച്ച കഴിഞ്ഞ് ദർശനം നടത്തിക്കൊള്ളാം, നിങ്ങൾ പോയി വരൂ, ശാസ്ത്രികൾ പറഞ്ഞു. ഉച്ചക്കത്തെ ആരതി സമയത്ത് എല്ലാ ആൾക്കാരും ആരതിയിൽ പങ്കെടുക്കും. എന്നിട്ട് ബാബ ചൊല്ലിക്കൊടുക്കുന്ന ആ പാട്ട് പാടും. ശാസ്ത്രിജീനെയും വിളിച്ചു ആൾക്കാർ. ശാസ്ത്രിജി പറഞ്ഞു, ഇല്ല, നിങ്ങളെല്ലാവരും പോയിക്കോ, ഞാൻ വന്നോളാം. ബാബ മടങ്ങിയെത്തി ആസനത്തിലിരുന്നു. ഭക്തന്മാർ പൂജിച്ചു. ആരതിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പെട്ടെന്ന് സായിനാഥ് പറഞ്ഞു, ചെല്ലു, ഇപ്പോൾ വന്നുപോയ ആ ബ്രാഹ്മണിൽ നിന്നും ദക്ഷിണ വാങ്ങി വരൂ. ഒരു ബ്രാഹ്മണൻ വന്നിട്ടില്ല ഇപ്പോൾ, ശാസ്ത്രി ബ്രാഹ്മണൻ. അദ്ദേഹത്തിൻ്റെ അടുക്ക് എന്തെങ്കിലും ദക്ഷിണ വാങ്ങിയിട്ട് വാ. ബൂട്ടി ഉടൻ ശാസ്ത്രികളുടെ സമീപം ചെന്നു. ശാസ്ത്രികളാട്ടെ ഈ സമയം യോഗാസനത്തിലിരുന്ന് സാധനയിലും. ബൂട്ടി ബാബയുടെ ആവശ്യം അറിയിച്ചു. ബൂട്ടി ബാബേൻ്റെ ആവശ്യം അറിയിച്ചു. ശാസ്ത്രികൾക്ക് അത് കേട്ട് അതൃപ്തിയാണ് തോന്നിയത്. ദക്ഷിണ ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് ദക്ഷിണ വാങ്ങുമെന്ന് പറഞ്ഞ് ശാസ്ത്രിക്ക് അതൃപ്തി തോന്നി. പക്ഷേ ഒരാൾ ചോദിക്കുന്നതല്ലേ. ഞാൻ ശുദ്ധനായ അഗ്നിഹോത്രി ബ്രാഹ്മണൻ, ഞാൻ എന്തിന് ബാബക്ക് ദക്ഷിണ കൊടുക്കണം? ഞാൻ അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ, ഞാൻ എന്തിനെ ബാബക്ക് ദക്ഷിണ കൊടുക്കണം? എനിക്കല്ലേ എല്ലാവരും ദക്ഷിണ തരണ്ടേ, ഞാൻ എന്തിന് അങ്ങോട്ട് കൊടുക്കണം? അദ്ദേഹം മഹാനായിരിക്കാം, പക്ഷെ ഞാൻ എന്തിന്? അദ്ദേഹത്തിൻ്റെ ആശ്രിതനൊന്നുമല്ലല്ലോ. പക്ഷെ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? ചോദിക്കുന്നത് ഒരു മഹാസിദ്ധൻ. ചോദിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
ചോദിപ്പിച്ചത് ഒരു കോടീശ്വരനെ കൊണ്ട്. ബൂട്ടിയോടാ ചോദിച്ചത്. ബൂട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കോടീശ്വരൻ. ഒരു കോടീശ്വരൻ വന്നിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുക? ഒടുവിൽ അദ്ദേഹം ദക്ഷിണ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ദിനചര്യ മുടങ്ങുമല്ലോ എന്ന സംശയവും വിഷമവും മനസ്സിനെ അലട്ടി. എന്നാലും മസ്ജിദിലേക്ക് യാത്രയായി. ദിനചര്യ മുടങ്ങിപ്പോവെന്നുള്ള പേടിയുണ്ടായിരുന്നു. എന്നാലും മസ്ജിദിലേക്ക് പോയി. ശാസ്ത്രികൾ മസ്ജിദിനരികിലെത്തി. പരിശുദ്ധനും ശ്രേഷ്ഠ ബ്രാഹ്മണനുമായ താൻ എങ്ങനെ ഒരു പള്ളിയിൽ കയറും? പള്ളി മസ്ജിദിലല്ലേ ബാബയുള്ള? ഞാനൊരു ബ്രാഹ്മണനല്ലേ? ചെറിയ ബ്രാഹ്മണനുമല്ല, അഗ്നിഹോത്രം ചെയ്യുന്ന ബ്രാഹ്മണൻ. അതുമാത്രമല്ല, ജ്യോതിശാസ്ത്ര പണ്ഡിതൻ അതുമല്ല, ഹസ്തരേഖാശാസ്ത്രജ്ഞൻ, ഹസ്തരേഖയും അറിയുന്ന ആള്. ഇങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഒരു പള്ളിയിൽ കയറും എന്ന് അദ്ദേഹത്തിന് തോന്നി. ശാസ്ത്രികൾ മസ്ജിദിനരികിലെത്തി. പരിശുദ്ധനും ശ്രേഷ്ഠ ബ്രാഹ്മണനുമായ താൻ എങ്ങനെ ഒരു പള്ളിയിൽ കയറും എന്നായി അപ്പോഴത്തെ ചിന്ത. പക്ഷേ ഒരു മഹാസിദ്ധനെ എങ്ങനെ അനാദരിക്കും? പക്ഷെ ഞാൻ അങ്ങോട്ട് കയറിപ്പോയിട്ടില്ലെങ്കിൽ ഒരു അനാദരവാവൂലേ? അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ പുഷ്പങ്ങൾ ബാബക്ക് അർപ്പിച്ചു. പിന്നെ ബാബയെ നോക്കി. ആവൂ, എന്താണ് ശാസ്ത്രികൾ കണ്ടത്? ബാബേനെ ഒന്ന് നോക്കി, ഒരു നോക്കി. നോക്കിയതേ ഓർമ്മയുള്ളൂ. മസ്ജിദിൽ ഇപ്പോൾ ബാബയല്ല ഉള്ളത്. തൻ്റെ ഗുരുനാഥൻ മഹാസമാധി പൂണ്ട തൻ്റെ ഗുരുദേവൻ കോലാപ്നാഥ് അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹം പെട്ടെന്ന് ബാബയുടെ മുഖത്ത് നോക്കുമ്പോൾ അത് ഷിർദിയിലെ സായിബാബയല്ല, ഇദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഗുരുനാഥൻ ഗുരുദേവൻ കോലാപ്നാഥ് അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗുരുദേവൻ കോലാപ്നാഥ് അവിടെ ഇരിക്കുന്നു. അദ്ദേഹം മൺമറഞ്ഞു പോയ ആളാണ്. ഇപ്പോൾ ജീവനോടെ അദ്ദേഹം കാണുന്നു. ശാസ്ത്രികൾ വല്ലാതായി. താൻ കാണുന്നത് സ്വപ്നമോ? തനിക്ക് വിഭ്രാന്തി ഉണ്ടായോ? ശാസ്ത്രികൾ കൈത്തണ്ടയിൽ നുള്ളി നോക്കി. ഉവ് വേദനിക്കുന്നുണ്ട്. സത്യം, താൻ കാണുന്നത് സത്യം മാത്രമാണ്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഈശ്വരകൃപയുടെ വേലിയേറ്റത്തിൽ ആർക്കതിനെതിരെ നിൽക്കാനാവും? മുലായി ശാസ്ത്രികൾ മസ്ജിദിന്റെ പടികൾ ഓടിച്ചാടി കയറി മസ്ജിദിൽ ഇരുന്നരുളുന്ന തൻ്റെ സ്വന്തം ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ ശിരസർപ്പിച്ചു. ഓടിപ്പോയി മസ്ജിദിന്റെ സ്റ്റെപ്പുകൾ ഓടിപ്പോയി കയറി സായിയുടെ കാലിൽ നമസ്കരിച്ചു. തൃപ്പാദങ്ങൾ ശിരസർപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്, കോലാപ്നാഥാണ് അവിടെ ഇരിക്കുന്നതെന്ന്. ശാസ്ത്രികളുടെ ജാത്യാഭിമാനം തകർന്ന് തരിപ്പണമായി. സംശയമകന്നു. മനസ്സിൽ പ്രേമത്തിന്റെ ഉറവ പൊട്ടി. ജനങ്ങൾ വിസ്മയിച്ചുപോയി. എല്ലാവരും ആരതിഗാനം പാടിയപ്പോൾ ശാസ്ത്രികൾ സ്വഗുരുവായ കോലാപ്പിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുകയായിരുന്നു. മുലായി ശാസ്ത്രികൾ എഴുന്നേറ്റ് ഇപ്പോൾ ഗുരുവിനെ കാണാനില്ല. തൽസ്ഥാനത്ത് ബാബ. അദ്ദേഹം ആനന്ദാശ്രുക്കളോടെ ബാബയെ വീണ്ടും ദർശിച്ചു. അപ്പോഴാണ് ബാബ കാവി ധരിക്കാൻ പോകുന്നു എന്ന് അരുളിയതിൻ്റെ പൊരുൾ മറ്റുള്ളവർക്ക് വ്യക്തമായത്. കോലാപ് സ്വാമി കാവിയാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റൊരു അത്ഭുതകരമായ സായിലീല കൂടി കേൾക്കൂ. അന്ന് മംലത്ത് ദർ സായീശ്വരനെ ദർശിക്കാൻ എത്തിയത് ഒരു സുഹൃത്തായ ഒരു ഡോക്ടറെയും കൂട്ടിക്കൊണ്ടാണ്. ഡോക്ടർ ബ്രാഹ്മണനായ ഒരു ഡോക്ടറെയും കൂട്ടി മറ്റൊരു സായി ഭക്തൻ മംലത്ത് ദാർ എന്ന് പറയുന്ന സായീശ്വരൻ ഷിർദിയിൽ വന്നു. ഡോക്ടർ ബ്രാഹ്മണനാണ്, വലിയ ധർമ്മിഷ്ഠൻ. ശ്രീരാമനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവത ശ്രീരാമനാണ്. ഷിർദിക്ക് പുറപ്പെടും മുമ്പേ ഡോക്ടർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. മുസ്ലിമായ സായിബാബയെ നമസ്കരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കരുത് എന്ന്. സായിബാബ മുസ്ലിമാണെന്നാണല്ലോ പലരുടെയും വിചാരം. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമസ്കരിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ശ്രീരാമ ഭക്തനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആചാരപ്രകാരം തനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്. ബാബി ഒരിക്കലും ആരോടും തന്നെ വന്ദിക്കാനോ നമസ്കരിക്കാനോ ആവശ്യപ്പെടാറില്ലെന്നും മംലത്ത് ദർ അതിന് മറുപടിയും നൽകി. അദ്ദേഹത്തിനെ കൂട്ടിപ്പോകുന്ന മംലത്ത് ദർ പറഞ്ഞു, നിങ്ങൾക്ക് നമസ്കരിക്കണ്ടെങ്കിൽ നമസ്കരിക്കണ്ട. ബാബ തന്നെ വന്ന് എല്ലാവരും നമസ്കരിക്കണം എന്നൊന്നും ബാബ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ഷിർദിയിലെത്തി. ദർശനത്തിനായി മസ്ജിദിൽ ചെന്നു. ബാബയുടെ ദിവ്യ ദർശനം ലഭിച്ചതോടെ ഡോക്ടർ വല്ലാതായി. ബാബയെ കണ്ടപ്പാടിന് ഡോക്ടർ വല്ലാതായി. അദ്ദേഹം തിക്കിത്തിരക്കി ഓടിച്ചെന്ന് സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. ഓടിച്ചെന്ന് എന്നോട് ആരും നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞ ആ ഡോക്ടർ എല്ലാരെക്കാളും മുന്നിൽ തെക്കിക്കയറി അദ്ദേഹം ബാബയുടെ തൃപ്പാദത്തിൽ നമസ്കരിച്ചു. സുഹൃത്തിന്റെ ഭാവമാറ്റവും പെരുമാറ്റവും കണ്ട് മംലത്ത് ദർ മിഴിച്ചു നിന്നുപോയി. അദ്ദേഹം മെല്ലെ ഡോക്ടറോട് എന്താണ് ഇതിന് കാരണമെന്ന് തിരക്കി. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് നമസ്കരിക്കാൻ വേണ്ടി പറയരുത് എന്ന്?
ഇപ്പോൾ എല്ലാരെക്കാളും മുന്നിൽ നിങ്ങളല്ലേ പോയി നമസ്കരിച്ച്? എന്താണ് ഇതിന് കാരണം? രോമാഞ്ചത്തോടെ ഡോക്ടർ തന്റെ അനുഭവം വിവരിച്ചു. താൻ മസ്ജിദിൽ കണ്ടത് സായിയെ അല്ല, ശ്യാമള വർണ്ണത്തോടുകൂടിയ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയായിരുന്നു. അപ്പൊ ഇദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ ഭക്തനാണ്. അദ്ദേഹം സായീശ്വരനെ അല്ല കണ്ടത്. ആ സായീശ്വരന്റെ മുഖത്ത് നോക്കുമ്പോൾ അദ്ദേഹം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുഖം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഓടിപ്പോയി നമസ്കരിച്ചത്. അതാണ് സായിയുടെ പ്രത്യേകത. നമ്മൾ ആരെയാണോ നമ്മൾ ഗുരുനാഥനായിട്ട് നമ്മൾ കരുതുന്നത്, പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സായിയുടെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ പൂജിക്കുന്ന ആദരിക്കുന്ന ആ ഗുരുനാഥന്റെ മുഖമായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നാം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ബാബയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതം, ഇപ്പോൾ ആ സ്ഥാനത്ത് ശ്രീരാമനില്ല. ശ്രീരാമനല്ല കാണുന്നത്, ഇപ്പോൾ വീണ്ടും സായീശ്വരൻ തന്നെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ധാരാളം കാര്യങ്ങൾ ഈ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ കാര്യവും നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഇത് ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ സർവം സായിമയം എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. പല നല്ലതുപോലെ കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഉള്ളടക്കം ശരിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ. ഇന്നത്തെ സായി സച്ചരിതം പറയുന്നത് ഇന്നിവിടെ നിർത്തുന്നു. എല്ലാ ആൾക്കാരും നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കണം. മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കേട്ട കാര്യങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഓം ശ്രീ സായീശ്വരായ നമഃ.